കാറുകളിലെ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളെക്കുറിച്ച് പഠനം നടത്തുകയാണ് ഗവേഷകർ. കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ ആളുകൾക്ക് ക്യാൻസറിനിടയാക്കുന്ന രാസവസ്തുക്കൾ ശ്വസിക്കുകയാണെന്നും കരുതൽ വേണമെന്നും എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. 2015നും 2022നും ഇടയിൽ പുറത്തിറക്കിയ കാറുകളിലെ ക്യാബിൻ എയർ പരിശോധിച്ചാണ് പഠനം നടത്തിയത്. തുടർന്നാണ് 99% കാറുകളിലും TCIPP എന്ന ഫ്ലെയിം റിട്ടാർഡഡ് അഥവാ തീ പടരുന്നത് തടയാനും മന്ദഗതിയിലാക്കാനും ഉപയോഗിക്കുന്ന വിവിധ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അമേരിക്കയിലെ നാഷണൽ ടോക്സിക്കോളജി പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ സാധ്യതാ ഘടകങ്ങളുടെ പരിധിയിൽ അന്വേഷണം നടത്തുന്ന കെമിക്കലാണ് ഇത്. മിക്ക കാറുകളിലും TDCIPP ഉണ്ടെങ്കിൽ TCEP എന്നീ 2 ഫ്ലെയിം റിട്ടാർഡുകളുണ്ടെന്നും ഇവ ക്യാൻസറിന് കാരണമാകാറുണ്ടെന്നും നേരത്തെ കണ്ടെത്തിയവയാണെന്നും പഠനത്തിൽ പറയുന്നു. മാത്രമല്ല, ഇവ നാഡീസംബന്ധമായ തകരാറുകളും പ്രത്യുൽപാദന പ്രശ്നങ്ങളും ഉണ്ടാക്കാമെന്ന് ഗവേഷകർ പറയുന്നു. കാലിഫോർണിയയിലെ ഗ്രീൻ സയൻസ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കാറിനുള്ളിൽ സമയം ചിലവഴിക്കുന്നത് കണക്കിലെടുത്താൽ തന്നെ ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി സമീപിക്കണമെന്ന് ഡ്യൂക്ക് സർവകലാശാലയിലെ ഗവേഷകനും ടോക്സിക്കോളജി സയന്റിസ്റ്റുമായ റെബേക്ക ഫോയിൻ പറയുന്നു. ദീർഘദൂര യാത്രകൾ നടത്തുന്നവരിലും കുട്ടികളിലുമാണ് അപകട സാധ്യത കൂടുതലാകുന്നത്. ചൂട് കൂടുമ്പോൾ കാറിലെ മെറ്റീരിയലുകളിൽ നിന്ന് കെമിക്കൽസ് പുറപ്പെടുവിക്കുന്നത് കൂടുതലായതിനാൽ വേനൽക്കാലത്ത് വിഷമയമായ ഈ ഫ്ലെയിം റിട്ടാർഡന്റുകളുടെ തോത് കൂടുതലാണെന്നും ഗവേഷകർ പറയുന്നു. ക്യാബിനിൽ എയറിലുള്ള ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളുടെ ഉറവിടം സീറ്റ് ഫോമിൽ നിന്നാണെന്നും ഗവേഷകർ പറയുന്നു. തീപിടുത്ത സാധ്യത ഒഴിവാക്കാനാണ് നിർമ്മാതാക്കൾ സീറ്റ് ഫോമുകളിൽ ഈ കെമിക്കലുകൾ ചേർക്കുന്നത്. അഗ്നിശമന സേനാംഗങ്ങൾക്കിടയിലെ ക്യാൻസർ നിരക്കുകൾ വർദ്ധിക്കുന്നതിൽ ഫ്ലെയിം റിട്ടാർഡന്റുകൾക്ക് പങ്കുണ്ടോ എന്ന് ആശങ്കപ്പെടുന്നുവെന്ന് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഫയർ ഫൈറ്റേഴ്സിലെ ആരോഗ്യ വിഭാഗം ഡയറക്ടർ പറയുന്നു. ഇത്തരം കെമിക്കലുകൾ തീപിടുത്ത സാധ്യത കുറയ്ക്കാൻ വളരെ കുറച്ചു മാത്രമേ സഹായിക്കൂവെന്നും മിക്ക സാഹചര്യങ്ങളിലും പുക കൂടുതൽ വമിക്കാനും വിഷമയമാക്കാനുമാണ് കാരണമാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം ടോക്സിക് ആയ ഫ്ലെയിം റിട്ടാർഡന്റുകൾ യഥാർത്ഥത്തിൽ കാറിനുള്ളിൽ പ്രത്യേക ഗുണങ്ങളൊന്നും നൽകുന്നില്ലെന്നും ഗവേഷകർ പറയുന്നുണ്ട്. ഈ കെമിക്കലുകളിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും രക്ഷ നേടാനുള്ള വഴിയെക്കുറിച്ചും ഗവേഷകർ പറയുന്നുണ്ട്. കാറിലെ വിൻഡോകൾ തുറന്നുവെച്ചും തണലുകളിലോ ഗ്യാരേജുകളിലോ പാർക്ക് ചെയ്തുമൊക്കെ മേൽപ്പറഞ്ഞ കെമിക്കലുകളുടെ പ്രവാഹം കുറയ്ക്കാനാകുമെന്നാണ് പറയുന്നത്. അപ്പോഴും ഇവയുടെ സാന്നിധ്യം കാറുകളിൽ നിലനിൽക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.